The buttery garlic rice. ചിക്കന് പല്ല് ഇടരില്ല. വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വ്ളോഗിലോട്ട് പോകാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല അരി എടുക്കുക, അതുപോലെ ചോറ് വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കും വേണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ദേവായ ബ്രാൻഡ് ബസ്മതി റൈസാണ് യു എയിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് എടുക്കുക. അത് നന്നായിട്ട് കഴുകണം, ഒരു 4-5 തവണ കഴുകി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയിട്ട് വേണം ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാൻ. ഒരു 10-15 മിനിറ്റ് മാത്രം സോക്ക് ചെയ്ത് വെക്കുക, ഒരുപാട് നേരം സോക്ക് ചെയ്യരുത്. അതിനുശേഷം ഇതുപോലെ ആ വെള്ളം ഡ്രെയിൻ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് അത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ വെള്ളത്തോട് കൂടിയിട്ട് ഇടരുത്, അതിൽ സ്റ്റാർച്ച് ഉണ്ടാവും. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറേ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും വേണ്ട, കുറേ വെള്ളം എടുക്കുക കേട്ടോ. ആ അരിനേക്കാളും വെള്ളം വേണം. എന്നിട്ട് അത് തിളപ്പിക്കാൻ വെച്ച ശേഷം തിളച്ച ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അരി ഒന്നിനോട് തൊടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെറുനാരങ്ങയുടെ നീര് വേണമെങ്കിൽ ചേർക്കാൻ, ഞാൻ ചേർത്തിട്ടില്ല. അരിക്ക് നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലോട്ടാണ് ഈ അരി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരു 5 to 10 മിനിറ്റിനകത്ത് നമുക്ക് ചോറ് റെഡിയായി കിട്ടും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കട്ടോ, ഒരുപാട് നേരം അങ്ങനെ വെക്കരുത്. പിന്നെ അരിയുടെ വേവ് എങ്ങനെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, അത് പൊട്ടി പോകാൻ പാടില്ല. കഴിച്ച് നോക്കുമ്പോൾ കുക്കായിട്ടും വേണം. അങ്ങനത്തെ ഒരു പരുവാണ് വേണ്ടത്, ഈ ഒരു പരുവം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഒന്നൊന്നിനോട് തൊടാണ്ട് നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പരന്ന പാത്രത്തിൽ അത് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക വേണമെങ്കിൽ. അത് അങ്ങനെ തന്നെ വെച്ചാൽ കട്ട പിടിച്ച് പോകും. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ താഴെ പിൻ കമൻറ്റ് ഇടാം, കുറേ മുമ്പ് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ റെസിപ്പി ബട്ടറി ഗാർലിക് റൈസ് ആണ്. അപ്പം അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പം ഈ ഒരു ഗാർലിക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എത്ര കപ്പ് ചോറ് എടുക്കേണ്ടതെന്ന് അതൊന്ന് മെഷർ ചെയ്തിട്ട് വെക്കാം. ഇത് 250 ml കപ്പാണ്. ആ ഒരു മെഷറിങ് കപ്പിലാണ് ഞാൻ അളന്നെടുക്കുന്നത് കേട്ടോ. അതിൽ ഞാൻ 2.5 കപ്പോളം ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ചോറ് ഇപ്പോഴും ചൂടുണ്ടേ. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് ചെറിയൊരു പീസ് ബട്ടർ, ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ഇത്രയും പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഒന്നുകൂടെ മെൽറ്റ് ആവാനുണ്ടായിരുന്നു ബട്ടർ. അപ്പോൾ ഞാൻ പിന്നെ ഈ ചൂടുള്ള ചോറിലിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മെൽറ്റ് ആയിക്കോളും എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റ് ആവും. അപ്പം ഈ റൈസിൽ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കമ്പൈൻ ആയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ പാനിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ റൈസും ബട്ടറും കൂടെ ആദ്യം കമ്പൈൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത് കളറൊന്നും മാറാൻ നിൽക്കണ്ട. ഒന്നുകൊണ്ട് വഴറ്റിയെടുത്ത ശേഷം മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ. 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ, എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ബട്ടറും റൈസും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഉപ്പ് കൂടണ്ട. പിന്നെ കുറച്ചധികം സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പാറ്റിലോണ്ട് മിക്സ് ചെയ്യാണ്ട് നമ്മളിങ്ങനെ തട്ടി കൊടുത്താലും മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബട്ടറി ഗാർലിക് റൈസ് റെഡിയായി. അപ്പോൾ ഇത് നല്ലൊരു ബട്ടറിൻ്റെ ഫ്ലേവറാണ്. അതുപോലെ ആ ഗാർലിക്കിൻ്റെ ആ ഒരു ഫ്ലേവറും ചില്ലി ഫ്ലേക്സും കൂടി കൂടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട ചിക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ഗാർലിക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട സൈഡിൽ ചിക്കിയിട്ട് അതും കൂടി മിക്സ് ചെയ്യാം. പിന്നെ ഒന്നുകൂടെ നോർമൽ വെജ് ഒരു ഡിഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുട്ട ഒന്ന് ചേർക്കാൻ കേട്ടോ. അപ്പം കുറച്ചുകൂടി സ്പ്രിംഗ് ഓണിയനും ചില്ലി ഫ്ലേക്സും കൂടി മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ല ടേസ്റ്റാണ്. അതിന് സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല, ചൂടോട് കൂടിയിട്ട് കഴിക്കും വേണം കേട്ടോ. ബട്ടറിൻ്റെ ഫ്ലേവർ പോവാണ്ട് തന്നെ കഴിക്കണം.